കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. നമുക്കറിയാവുന്നൊരു കേസാണ്. 498 പ്രകാരം ഒരു കേസ് ഭർത്താവിനെതിരെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഓട്ടോമാറ്റിക്കായിട്ടും അതിലൊരു FIR രജിസ്റ്റർ ചെയ്യുമെന്നും അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR നമുക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ പോയിട്ട് ക്വാഷ് ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതും നമുക്കറിയാം. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ നാട്ടിലുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളത് ചെയ്തില്ല എന്ന് വിചാരിച്ചാൽ FIRന് ശേഷം അതിൻ്റെ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ചാർജ് ഷീറ്റ് നിലവിൽ വന്നു എന്നും വിചാരിക്കാം. അങ്ങനെ ഒരു ചാർജ് ഷീറ്റ് നിലവിലുള്ളപ്പോൾ FIR നമുക്ക് ഹൈക്കോടതിയിൽ പോയി ക്വാഷ് ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് എന്ന് തന്നെയാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളത് സുപ്രീം കോടതി 2023 ഒരു കേസിലാണ്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു: ഹൈക്കോർട്ട് ക്യാൻ ക്വാഷ് FIR ഈവൺ ഈഫ് ചാർജ് ഷീറ്റ് ഹാസ് ബീൻ ഫയൽഡ്. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും FIR എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്വാഷ് ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയണത്. 2023 വന്നിട്ടുള്ള വിധിയാണ്. അപ്പോൾ ആ വിധിയിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ദിസ് ബീയിങ് ദ ഫാക്ച്വൽ ബാക്ക്ഡ്രോപ്പ്, we may note at the very outset that the contention that the appellant's quash petition against the FIR was liable to be dismissed in any event as the charge sheet in relation thereto was submitted before the court and taken on file needs mention only to be rejected എന്ന് വ്യക്തമായി തന്നെ സുപ്രീം കോടതി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസിൽ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ക്വാഷിംഗ് FIRമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു സുപ്രധാനപ്പെട്ട ഒരു വിധിയും കൂടിയുണ്ട്. ആ വിധി എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? FIR ക്വാഷ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. FIRന് ശേഷം ചാർജ് ഷീറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസാണെങ്കിൽ പോലും എന്ത് ചെയ്യാനായിട്ട് പറ്റും? FIR ക്വാഷ് ചെയ്യിപ്പിക്കുവാനായിട്ട് ഹൈക്കോടതിക്ക് പറ്റും എന്നുള്ളതും മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം. ബൈ.